ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സിമ്പിളായിട്ട് ആൻഡ് നല്ല ഭംഗിയുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കി കാണിച്ചു തരാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A4 പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. കാർഡ് സ്റ്റോക്ക് ആയാലും കുഴപ്പമില്ല. അധികം കട്ടിയുള്ള കാർഡ് സ്റ്റോക്ക് ഒന്നും എടുക്കണ്ട. കാർഡ് സ്റ്റോക്ക് തന്നെ ഭയങ്കര കട്ടിയുള്ളത് കുറവുള്ളതൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ചാർട്ട് എടുക്കുക. അതിൻ്റെ ഒരു ഭാഗം കുറച്ചൊരു ടെക്സ്ചർ ഒക്കെ ഉള്ളൊരു ടൈപ്പല്ലേ, അത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഈ A4s ഇതുപോലെ 4 ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. സോ 2 A4 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം 8 പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഒരു ബ്ലൂ പാറ്റേൺ പേപ്പറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതേപോലെ കുറച്ചൊന്ന് വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള ലൈൻസ് വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ബോ വരച്ചെടുക്കുകയാണ് വേണ്ടത്. യെല്ലോ കളർ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പേസ്റ്റൽ കളർ ആയതുകൊണ്ട് കുറച്ച് കാണായി ഉണ്ട്. അപ്പം ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം ഭയങ്കര സിമ്പിളാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റാർസും സ്പാർക്കിൾസും പിന്നെ കുറച്ച് കുത്തൊക്കെ ഇട്ടെടുക്കാം. ഈ വൈറ്റ് പേപ്പറിന് പകരം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഉണ്ടാവില്ല, ഈ ഒരു കളറിനെക്കാട്ടൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ മോഡൽ. കൊണ്ടും ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ പിന്നായിട്ട് ഇങ്ങനത്തെ കുറച്ച് ലൈൻസ് വരയ്ക്കുക. കുറച്ച് ഇതെടുത്തിട്ട് വരച്ചാൽ മതി. ഒരു പ്രിന്റ് പോലെ ആക്കണം. ഹാർട്ട്സ് വരച്ചെടുക്കാണ് വേണ്ടത്. ഞാൻ എല്ലാ ബോക്സിലും വരച്ചിട്ടുണ്ട്. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബോക്സിൽ വരച്ചാലും മതി. അടുത്തത് എനിക്ക് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഫസ്റ്റ് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഗ്രിഡ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്യാനായിട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ കളർ ചെയ്യാത്ത ബോക്സസിൽ ഹാർട്ട്സ് വരച്ചെടുക്കുക. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും വേറെ കളേഴ്സിലൊക്കെ ചെയ്ത് അടിപൊളിയാവും. അടുത്തത് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ്. കുറച്ച് സ്ട്രോബെറീസ് വരച്ചെടുക്കുക, പിന്നെ അതല്ലാത്തടത്ത് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രിഡ് ലൈൻസ് വരച്ചെടുത്തതിന് ശേഷം ആ സ്ട്രോബെറീസിലൊക്കെ കുറച്ച് ഇതുപോലെ വൈറ്റ്നർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയും ഇവിടെ അല്ലാതെയും കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഓപ്ഷണലാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് ആണ് യെല്ലോ കളർ വെച്ചിട്ടാണ് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൈറ്റ്നർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ യെല്ലോ കളർ വെച്ചിട്ട് ഡോട്ട്സ് കൂടെ വരയ്ക്കും. നെക്സ്റ്റ് വൺ ചെറീസ് ആണ് വരയ്ക്കുന്നത്. ഇത് ഞാൻ ശരിക്കും 2 പ്രാവശ്യം വരച്ചു. ഫസ്റ്റത്തെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിരുന്നു. സ്ട്രോബെറീസ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചതായിരുന്നു, പക്ഷേ ആദ്യത്തെ ഗ്രിഡ് ലൈൻസ് ഞാൻ കുറച്ച് ബ്രോഡായിട്ടുള്ള ഭാഗം കൊണ്ടായിരുന്നു വരച്ചിട്ടുള്ളത്. ഗ്രിഡ് ലൈൻസ് ഞാൻ വരച്ചത് റെഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ വെച്ചിട്ടത് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഭംഗിയുണ്ടാവും. ഇവിടം വരെ ഓക്കെ ആയിരുന്നു. പിന്നെ ഗ്രിഡ് ലൈൻസ് വരച്ചതോടെ ഫുള്ള് പോയി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറൊരു പേപ്പറോട് എടുത്ത് രണ്ടാമത് വരച്ചതാണ്.
വേണമെങ്കിൽ കുറച്ച് സ്പാർക്കിൾസും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുക. കാരണം വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് വെറുതെ വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ്. So anyway, thank you for watching, and വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.